സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ പാർട്ട് 1 ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു. അതിൽ തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസ്, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽസ്, യൂണിവേഴ്സൽ ജോയിൻസ്, ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ കമ്പോണൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ക്ലച്ചാണ് നമ്മൾ ഇപ്പോൾ സ്റ്റഡി ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂളിൽ. ക്ലച്ചിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലച്ചസ്, അതിൽ തന്നെ ഓരോ ക്ലച്ചിൻ്റെയും കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന ക്ലച്ചുകൾ. ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷനുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് കഴിഞ്ഞിട്ട് എൻജിനിൽ നിന്ന് പവർ വരുന്ന സമയത്ത് ക്ലച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന കമ്പോണൻ്റാണ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ. ഇവിടെ ട്രാൻസ്മിഷനും ട്രാൻസ്മിഷൻ സിസ്റ്റവും നിങ്ങൾ മാറരുത്. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനിൽ നിന്ന് വീൽസ് വരെയുള്ള എല്ലാ കമ്പോണൻസും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻസും അടങ്ങിയതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം. എന്നാൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിനെയാണ് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സുകളെ കുറിച്ചും അവയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, അവയുടെ ഫങ്ഷൻ, റിക്വയർമെൻറ്റ്, നെസസിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ. ആൾറെഡി ഞാൻ നിങ്ങൾക്ക് സൂം വഴി ക്ലാസ് എടുത്തതാണ് ഇതിനെക്കുറിച്ചൊക്കെ, എന്നാലും നമ്മൾ യൂട്യൂബ് സെഷനായിട്ട് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഫങ്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്? ട്രാൻസ്മിഷൻ്റെ ഫങ്ഷൻ മെയിനായിട്ട് 3 ഫങ്ഷനാണ് ട്രാൻസ്മിഷനിൽ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് to provide a means to vary the leverage or torque ratio between the engine and road wheels. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻജിൻ്റെയും റോഡ് വീൽസിൻ്റെ ഇടയിൽ സ്പീഡും ടോർക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ to provide a means to vary the leverage. ലിവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോർക്ക് സ്പീഡ് റേഷ്യോനാണ് ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓർ ടോർക്ക് സ്പീഡ് റേഷ്യോ എന്നൂടെ കൊടുക്കണമായിരുന്നല്ലോ. ഓർ ടോർക്ക് സ്പീഡ് റേഷ്യോ ബിറ്റ്വീൻ ദി എൻജിൻ ആൻഡ് റോഡ് വീൽസ്. എൻജിൻ്റെയും റോഡ് വീൽസിൻ്റെ ഇടയിലുള്ള സ്പീഡും ടോർക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ടോർക്കിനെയും സ്പീഡിനെയും വേരി ചെയ്യുക. എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ? റൊട്ടേഷണൽ ഫോഴ്സ്. അപ്പോൾ എൻജിനിലുള്ള റൊട്ടേഷണൽ ഫോഴ്സ് അത് വീൽസിലേക്ക് എത്തുമ്പോഴാണ് വണ്ടി നീങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എപ്പോഴും ആക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസുകൾ ഒരുപോലെയല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നീങ്ങാൻ ആവശ്യമായ ടോർക്കല്ല വണ്ടി ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത്. സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതൽ ആവശ്യം വരും, എന്നാൽ വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ അത്ര ടോർക്കിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ കയറ്റങ്ങളിലുള്ള ടോർക്കല്ല ഇറക്കങ്ങളിലുള്ളത്, നേരെയുള്ള റോഡുകളിലുള്ളതല്ല, അതുപോലെ ഗട്ടർ റോഡുകളിലുള്ളത്, സ്മൂത്തായിട്ടുള്ള സർഫേസിലൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിനനുസരിച്ച് എൻജിൻ്റെ റോഡ് വീൽസിൻ്റെ ഇടയിൽ നമ്മൾ ടോർക്ക് സ്പീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലിവറേജ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിയർ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത് നിങ്ങൾക്കൊക്കെ അറിയാം ന്യൂട്രൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷനിൽ തന്നെ വണ്ടി ഐഡിലിംഗിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്? ന്യൂട്രൽ പൊസിഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് എ മീൻസ് ടു ബാക്ക് ദി കാർ ബൈ റിവേഴ്സിങ്. റിവേഴ്സ് പൊസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കാറിന് നമുക്ക് ഈസി ആയിട്ട് ബാക്കോട്ട് മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനും നമ്മൾ ഈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് ആവശ്യമാണ്. ഇതാണ് ഫങ്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ. ഇത് പലപ്പോഴും 2 മാർക്കിന് നമ്മൾ
റിവിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പലപ്പോഴും എക്സാമിനൊക്കെ സീരീസ് എക്സാമുകൾക്കും മെയിൻ എക്സാമുകൾക്കൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നെസസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ്റെ അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യകത എന്താണ്? നമുക്ക് എന്തിനാണ് ഇങ്ങനെ ടോർക്ക് സ്പീഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യെസ്, ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ടു ദി വെഹിക്കിൾ മോഷൻ അറ്റ് വേരിയസ് സ്പീഡ്. നമ്മൾ പറഞ്ഞു വ്യത്യസ്ത സ്പീഡിൽ ഈ വാഹനത്തിൽ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസുകൾ വ്യത്യസ്തമാണ്. അത് എയർ റെസിസ്റ്റൻസ് ആവാം, ഗ്രേഡിയൻ്റ് കയറ്റങ്ങൾ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ടയർ ഫ്രിക്ഷൻ, റോഡിൻ്റെ കണ്ടീഷൻ കാര്യങ്ങൾ കൊണ്ടൊക്കെയുള്ള ഫ്രിക്ഷൻ ആവാം, റെസിസ്റ്റൻസ് ആവാം. ഈ വാഹനം ചലിക്കുന്നതിനെതിരെയുള്ള റെസിസ്റ്റൻസ്, പ്രതിരോധം, അത് വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത സ്പീഡുകൾ. അപ്പോൾ അത് നമുക്ക് വേരി ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ട്രാൻസ്മിഷൻ നിർബന്ധമാണ്, നെസസിറ്റിയാണ്. നെക്സ്റ്റ്, വേരിയേഷൻ ഓഫ് ട്രാക്റ്റീവ് എഫേർട്ട് ഓഫ് ദി വെഹിക്കിൾ അറ്റ് വേരിയസ് സ്പീഡ്. എന്താണ് ട്രാക്റ്റീവ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ? ഈ റോഡ് വീൽസിൽ നിന്ന് എഫക്റ്റീവായിട്ട് ആ ടോർക്കിനെ റോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അത് ആ എഫേർട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ വണ്ടി നീങ്ങാൻ ആവശ്യമായ വീൽസിൽ ആവശ്യമായ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് തന്നെ പറയാം. അപ്പോൾ ആ ഒരു എഫേർട്ടിനെയാണ്, അല്ലെങ്കിൽ വർക്കിനെയാണ്, അല്ലെങ്കിൽ ആവശ്യമായ പവറിനെയാണ് നമ്മൾ ട്രാക്റ്റീവ് എഫേർട്ട് എന്ന് പറയുന്നത്. അത് വ്യത്യസ്തമാണ്. എപ്പോഴാണ് വ്യത്യസ്തം? ഓരോ സ്പീഡിലും വ്യത്യസ്തമാണ്. നമ്മൾ 0 to 10 km വണ്ടി എടുക്കുന്ന സ്റ്റാർട്ടിങ് സമയത്ത് നല്ല ട്രാക്റ്റീവ് എഫേർട്ട് ടോർക്ക് വണ്ടി നീങ്ങണമെന്നുണ്ടെങ്കിൽ. ഇനി വണ്ടി നീങ്ങിക്കഴിഞ്ഞാലോ അത്ര ആവശ്യമില്ല. നല്ല സ്ലിപ്പായിട്ടുള്ള റോഡാണെങ്കിലുള്ള ട്രാക്റ്റീവ് എഫേർട്ടല്ല, ഗ്രിപ്പായിട്ടുള്ള റോഡിൽ, സ്ലിപ്പ് ആയിട്ടുള്ള റോഡിൽ നിന്ന് ഗ്രിപ്പായ റോഡ് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ടയർ ഫ്രിക്ഷൻ, അതുപോലെ തന്നെ ഈ കയറ്റങ്ങൾ ഇറക്കുന്നത്, ഇതൊക്കെ അനുസരിച്ച് ട്രാക്റ്റീവ് എഫേർട്ടും മാറാം. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് ടു ദി വെഹിക്കിൾ മോഷൻ. ഒരു വാഹനത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസുകൾ എന്തൊക്കെയാണ്? ആ വാഹനം ചലിക്കുന്നതിന് തടസ്സമാകുന്ന വ്യത്യസ്തമായിട്ടുള്ള റെസിസ്റ്റൻസുകൾ എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഡ്യൂ ടു വിൻഡ്, എയർ അല്ലെങ്കിൽ വിൻഡ് കാരണം ഉള്ള റെസിസ്റ്റൻസ്. അത് എന്തിന് പ്രൊപ്പോർഷനിലാണ്? പ്രൊപ്പോർഷൻ ടു ദി സ്ക്വയർ ഓഫ് സ്പീഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. സ്പീഡ് കൂടുന്നിടത്തോളം ഡബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് എന്ത് കൂടും? സ്ക്വയറായിട്ട്, ഇരട്ടിയായിട്ട് കൂടും എയർ റെസിസ്റ്റൻസ്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ്, കയറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന റെസിസ്റ്റൻസ്. നമ്മളെ വെഹിക്കിളിൻ്റെ ഒരു വെയിറ്റ് കമ്പോണൻറ്റ് റോഡിന് പാരലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ റോഡിൻ്റെ പ്ലെയിന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊരു ആംഗിൾ ഇൻക്ലിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, കയറ്റങ്ങൾ ഇറക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, കയറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലോഡ് എന്ത് ചെയ്യും? നേരെ ബാക്കോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനും കൂടി ഓവർകം ചെയ്തിട്ട് ആ വെയിറ്റ് ഓഫ് ദി വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് ബാക്കോട്ട് ആക്ട് ചെയ്യുമ്പോൾ നേരെ മുന്നോട്ട് നമ്മൾ വണ്ടി ചലിക്കുന്നത്, അതിനും കൂടി ഓവർകം ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് അല്ലെങ്കിൽ ട്രാക്റ്റീവ് എഫേർട്ട്, ടോർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും വണ്ടി ചലിക്കണമെങ്കിൽ. അപ്പോൾ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ്, കയറ്റങ്ങളെ കൊണ്ടുള്ള റെസിസ്റ്റൻസ്. മൂന്നാമത് മിസലേനിയസ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തതൊക്കെ. അതിൽ പലതും പെടും. ടൈപ്പ് ഓഫ് റോഡ് കണ്ടീഷൻ, നല്ല മിനുസുള്ള റോഡ്, ഗട്ടറുള്ള റോഡിൽ വ്യത്യസ്തമാണ്. ഈ ടയർ ഫ്രിക്ഷൻ, ടയർ സ്മൂത്ത് ആയിട്ടുള്ള സമയത്ത്, ടയർ ഗ്രിപ്പായിട്ടുള്ള സമയത്തൊക്കെ വ്യത്യസ്തമാണ്. ടയറിലെ എയർ ഇൻഫ്ലേഷൻ അത് ബാധിക്കും. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഈ വണ്ടീൻ്റെ മറ്റു കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് ട്രാക്റ്റീവ് എഫേർട്ട് വ്യത്യസ്തമാവും. റെസിസ്റ്റൻസ്, ഇത്രയും റെസിസ്റ്റൻസ്, അതുപോലെ ഇങ്ങനത്തെയുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വാഹനത്തിൻ്റെ ചലനത്തിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെഹിക്കിൾ മോഷനിലേക്ക്, ഒരു വാഹനത്തിൻ്റെ വെഹിക്കിൾ മോഷന് മോഷനെതിരെയുള്ള റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അതും ഇതുപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ നെസസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ അങ്ങനെയും ചോദിക്കാൻ 2 മാർക്കിന്. അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ട്രാൻസ്മിഷൻ, നെസസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഈസിലി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്മിഷൻസ് ഉണ്ട്? ഫസ്റ്റ്, മാനുവൽ ട്രാൻസ്മിഷൻ.
അഥവാ ഗിയർ ബോക്സുകൾ ഏത് തരത്തിലുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഏതൊക്കെ തരത്തിലുണ്ട്. ഫസ്റ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. നിങ്ങൾക്കറിയാം മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാറുകളിലൊക്കെ കാണുന്ന നമ്മൾ ഗിയർ ലിവർ ഉപയോഗിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റം, അതാണ് മാനുവൽ ട്രാൻസ്മിഷൻ. അല്ലെങ്കിൽ ബൈക്കുകളിലൊക്കെ കാണുന്ന ഒരു സിസ്റ്റം, അതൊക്കെ മാനുവൽ ട്രാൻസ്മിഷനാണ്. സാധാരണ കാണുന്ന നമ്മൾ കാലുകൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഗിയർ ലിവർ ചേഞ്ച് ചെയ്തിട്ട് ഗിയർ ലിവർ മാറ്റിയിട്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റം, അതാണ് മാനുവൽ ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അതിനു മുന്നേ മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സെലക്റ്റീവ് ടൈപ്പ് ആൻഡ് പ്രോഗ്രസീവ് ടൈപ്പ്. സെലക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറുകളിലൊക്കെ സാധാരണ കാണുന്ന ടൈപ്പ് ന്യൂട്രൽ പൊസിഷൻ സെൻറ്ററിൽ ഉണ്ടാവും. എന്നിട്ട് എല്ലാ ഗിയറും നമുക്ക് ന്യൂട്രൽ വഴി ഏത് ഗിയറിലേക്കും അങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് നമുക്ക് ന്യൂട്രൽ വഴിയേ ന്യൂട്രൽ വഴിയേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ന്യൂട്രൽ വഴി ചെയ്യാൻ ഇതിൽ നിന്നും ഏത് ഗിയറിലേക്ക്, ഫസ്റ്റിൽ നിന്ന് നമ്മൾ ന്യൂട്രൽ വഴി തേർഡിലേക്ക് ഇടാം, അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ നിന്ന് നേരിട്ട് ഫോർത്തിലേക്കൊക്കെ ഇടാം. പക്ഷെ അത് എത്ര പ്രായോഗികമാവുന്നുള്ളതല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇടാം. പക്ഷേ ഫസ്റ്റിൽ നിന്ന് നേരിട്ട് ഫോർത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്മൂവിങ് കിട്ടണമെന്നില്ല. പക്ഷേ നേരെ ചില ആൾക്കാർ റൈസ് ചെയ്തിട്ട് തേർഡിലേക്ക് ഇടുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇട്ട് ചെയ്തിട്ട് സ്മൂത്തായി ഇടാൻ കഴിയും. എന്നാൽ പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സുകൾ അങ്ങനെയല്ല. ഇപ്പോൾ ബൈക്കിൻ്റെ കേസിലൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഗിയറിൽ നിന്ന് കഴിഞ്ഞിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ന്യൂട്രൽ ആയിട്ടുള്ള ഇതിൽ എൻഡ് ഫസ്റ്റിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഇടയിലൊക്കെ ആയിട്ട് പൾസറുകൾക്കൊക്കെ വരുന്നത് പോലെ. അപ്പോൾ അത് എങ്ങനെയാണ്? പ്രോഗ്രസീവ് ടൈപ്പാണ്. ഒന്ന് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അവിടെ ന്യൂട്രലിലേക്കോ ഏത് ഗിയറിലേക്കോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നേരെ ഫോർത്തിൽ നിന്ന് എടുത്തിട്ട് ഫസ്റ്റ് ഇടാൻ കഴിയില്ല. ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇനി ന്യൂട്രലിലേക്ക് ഇടണമെങ്കിൽ ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് വന്നിട്ട് വേണം ന്യൂട്രലിലേക്ക് ഇടാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി സെലക്റ്റീവ് ടൈപ്പ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആൻഡ് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഒരു മൊഡ്യൂളിൽ ബാക്കി വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇവിടെ ക്ലച്ചുകൾ ഓട്ടോമാറ്റിക്കും ഗിയർ ബോക്സ് സാധാരണ മാനുവൽ ടൈപ്പ് വരുന്നതാണ് സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇതിപ്പോൾ അത്ര പ്രചാരത്തിലല്ലാത്തൊരു സിസ്റ്റം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലച്ചുകൾ ഓട്ടോമാറ്റിക്കും ഗിയർ ബോക്സ് മാനുവലായിട്ടും വരുന്നത്. ഇതും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് ഏറ്റവും പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. നമ്മൾ ജസ്റ്റ് ആക്സലറേറ്റർ പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി നീങ്ങിക്കോളും. അതിൽ ട്രാൻസ്മിഷൻ, അതുപോലെ ഗിയർ ബോക്സിൻ്റെ അകത്ത് ഗിയർ ചേഞ്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ക്ലച്ചൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ടാണ്. അതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ CVT പ്രത്യേക ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ആണ്. എന്താണ്? ഇൻഫിനിറ്റി വേരിയബിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗിയർ റേഷ്യോ ചേഞ്ചിങ് ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു 2 റേഞ്ചിൻ്റെ ഇടയിൽ അൺലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 2 റേഞ്ചിൻ്റെ ഇടയിൽ എന്താണ് അത് ഇൻഫിനിറ്റ്ലി ആയിട്ടുള്ള വേരിയബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ 2 വേരിയബിൾ ജോമെട്രിക് പുള്ളീസിൻ്റെ ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡ്രൈവ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നമുക്ക് ഗിയർ റേഷ്യോ ചേഞ്ചിങ് എന്നുള്ളത് ഒരു ഇഷ്യൂ വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ പുള്ളിയുടെ സൈസ് വ്യത്യാസം അനുസരിച്ച് ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളീൻ്റെ സൈസ് അനുസരിച്ച് എന്താണ് അവിടെ സ്പീഡ് ടോർക്ക് വേരിയേഷൻ നടക്കും. അതുകൊണ്ടാണ് അതിന് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പാണ് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് മോഡേൺ ആയിട്ടുള്ള ലക്ഷറി കാറുകളിൽ, ചില വാഹനങ്ങളിൽ, അതുപോലെ ചില സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ പോലും നമ്മൾ മാനുവലായിട്ട് നമ്മൾ ജസ്റ്റ് സ്വിച്ച് പ്ലസ് ഓർ മൈനസ് സ്വിച്ചസ് പ്രസ് ചെയ്യുക. നമ്മൾ പ്ലസ് നിൽക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യും. പക്ഷെ നമ്മൾ അല്ല ഗിയർ ചേഞ്ച് ചെയ്ത് ഇതിലും മാനുവൽ ടൈപ്പ് ഗിയർ ബോക്സുകൾ അല്ലെങ്കിൽ എപ്പിസൈക്കിൾ ഗിയർ ബോക്സുകളോ ആവാം. പക്ഷേ എന്താണ് അവിടെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പ്ലസ് ഓർ മൈനസ് സ്വിച്ച് നിൽക്കുന്നതിനനുസരിച്ചാണ് ഗിയർ ചേഞ്ച്. പക്ഷേ നമ്മൾ ലിവർ പിടിച്ച് നീക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ടച്ച് സ്ക്രീനിൽ നമ്മൾ എന്താണ് പ്ലസ് ഓർ മൈനസുകൾ നിൽക്കുകയാണ് ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള. അല്ലെങ്കിൽ നമ്മൾ എന്താണ്
ഈ ഗിയർ ചേഞ്ചിങ് പാനൽ ബോർഡ് ഉണ്ട്, അതിൽ എന്താണ് പ്ലസ് ഓർ മൈനസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റിയറിംഗ് ഒരു ഷിഫ്റ്റ് ലിവർ പോലെ ജസ്റ്റ് പ്ലസ് ഓർ മൈനസിലേക്ക് ഇങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലായി ചെയ്യാൻ പറ്റിയത്. ഇവിടെ എന്താണ് മാനുവൽ ടൈപ്പ് ഗിയർ ബോക്സ്, പക്ഷേ എന്താണ് അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്ന ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നമ്മളല്ല, നമ്മൾ ലിവർ പിടിച്ചിട്ട് ആ ഫോർക്കിനെ നീക്കിയിട്ടല്ല ഗിയർ ചേഞ്ച് ചെയ്യുന്നത്, നേരെ മറിച്ച് അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റംസ് ആണ് അത് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ സിഗ്നൽ കൊടുക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്, പ്ലസ് ആണോ ഗിയർ ചേഞ്ച് ഹയർ ഗിയറിലേക്ക് ഇടാനോ അതോ ലോവർ ഗിയറിലേക്ക് ഇടാനോ എന്ന് നമ്മൾ തീരുമാനിക്കും. അതാണ് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വേണമെങ്കിൽ ഇതിന്നും 2 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കാം, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എന്നാലും ചോദിക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി നമ്മൾ ഓരോ ടൈപ്പ് ട്രാൻസ്മിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഫസ്റ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, അത് നമ്മൾ പറഞ്ഞു ഇത് സെലക്റ്റീവ് ടൈപ്പ് ഉണ്ട്, പ്രോഗ്രസീവ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് സെലക്റ്റീവ് ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഇവിടെ ന്യൂട്രൽ പൊസിഷൻ വഴി ഏതൊരു ഗിയറിലേക്കും നമുക്ക് ഇഷ്ടമുണ്ടാകും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും ന്യൂട്രൽ വഴി മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് 3 ടൈപ്പ് സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സുകളാണുള്ളത്: സ്ലൈഡിംഗ് മെഷ്, കോൺസ്റ്റൻറ്റ് മെഷ് ആൻഡ് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സുകൾ. ഇനി പ്രോഗ്രസീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മോട്ടോർ സൈക്കിളുകളും അതുപോലെ മോട്ടോർ സൈക്കിൾസിലും അതുപോലെ 3 വീലേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓരോ ഇൻ്റർവെല്ലിങ് സ്പീഡ് വഴിയേ നെക്സ്റ്റ് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നിന്ന് സെക്കൻഡ് വഴി, തേർഡ്, അങ്ങനെ ഫോർത്ത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻ്റർവെല്ലിങ് സ്പീഡ്സ് കവർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. തിരിച്ച് ന്യൂട്രലിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂട്രൽ ഏത് ലാസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടയിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഫസ്റ്റിൻ്റെ സെക്കൻഡ് ഇടയിലാവാം അല്ലെങ്കിൽ ലാസ്റ്റിലാവാം. അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മാത്രമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ നമുക്ക് ആ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഇടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് ഏത് ഗിയറിലേക്കും ഇടാൻ കഴിയുള്ളൂ. അതാണ് പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഏറ്റവും ആദ്യത്തേതുമായ മാനുവൽ ഗിയർ ബോക്സ്, അതായിട്ടുള്ള സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഇതാണ് ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ചതും ഏറ്റവും സിമ്പിളായിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ്, ചീപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇത് നിലവിലില്ല, കാരണം ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതില്ല. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനിൽ സിങ്ക്രോ മെഷ് ഗിയർ ബോക്സുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈപ്പിൻ്റെ ഒക്കെ മനസ്സിലാവും. ഏതൊരു മാനുവൽ ഗിയർ ബോക്സുകളുടെയും ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ അതിലൊരു 3 ഷാഫ്റ്റുകളുണ്ട്. മെയിനായിട്ട് 3 ഷാഫ്റ്റും പിന്നെ ഒരു എക്സ്ട്രാ ഷാഫ്റ്റും ഉണ്ട്. 4 ഷാഫ്റ്റുകളുണ്ടാവും. മെയിനായിട്ട് 3 ഷാഫ്റ്റ്. ഒന്ന് എന്ന് പറയുന്നത് ഈ ക്ലച്ച് ഷാഫ്റ്റ്, ഈ ക്ലച്ച് ഷാഫ്റ്റാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇതാണിത് ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേതാണ് ഈ മെയിൻ ഷാഫ്റ്റ്. അങ്ങനെ 3 ഷാഫ്റ്റുകളാണുള്ളത്. പിന്നെ ഒരു ഐഡിയൽ ഷാഫ്റ്റാണ് നമ്മൾ 4ാമത്തെ ഷാഫ്റ്റും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഐഡിയൽ ഗിയറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്ര ഷാഫ്റ്റായി ടോട്ടൽ 4 ഷാഫ്റ്റുകൾ. ഇതിൽ മെയിനായിട്ട് 3 ഷാഫ്റ്റുകളുണ്ട്: ക്ലച്ച് ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ് ആൻഡ് മെയിൻ ഷാഫ്റ്റ്. ഈ ലേ ഷാഫ്റ്റിനെ ആൾസോ കാൾഡ് കൗണ്ടർ ഷാഫ്റ്റ്. ലേ ഷാഫ്റ്റിന് കൗണ്ടർ ഷാഫ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഇതിൽ ക്ലച്ച് ഷാഫ്റ്റിൽ ഒരു ക്ലച്ച് ഗിയർ ഉണ്ടാവും. ഈ ഗിയർ എ എന്ന് പറഞ്ഞിട്ടുള്ള ഗിയർ നമ്മൾ ലേ ഷാഫ്റ്റിലെ ഫസ്റ്റ് ഗിയർ, ലേ ഷാഫ്റ്റിലെ ഡ്രൈവർ ഗിയർ എന്ന് പറയും. ആ ലേ ഷാഫ്റ്റിലെ ഡ്രൈവർ ഗിയറുമായി മെഷ്ഡ് ആയിരിക്കും. അപ്പോൾ ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയർ ഇത് എന്ത് ചെയ്യും, ലേ ഷാഫ്റ്റിലെ ഫസ്റ്റ് ഗിയറിനെ മെഷ് ചെയ്തിട്ടുണ്ടാവും. അത് ആൾവേസ് മെഷ്ഡ് ആയിരിക്കും. അത് ഇതിനെപ്പോഴും കറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ലേ ഷാഫ്റ്റിൽ അതർ ഗിയേഴ്സ് അതൊക്കെ അവിടെ ഫിക്സഡ് ആണ്. ലേ ഷാഫ്റ്റിലെ എല്ലാ ഗിയേഴ്സും ഫിക്സഡ് ആണ്. അതൊക്കെ എന്ത് ചെയ്യും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഇനി ജി എന്ന് പറഞ്ഞുള്ള ഗിയർ, അതിൻ്റെ കൂടെ തന്നെ ഒരു ഐഡിയൽ ഗിയറും കൂടെ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഐഡിയൽ ഗിയർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പൊസിഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡിയൽ ഗിയർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ഷാഫ്റ്റിലേക്ക് പോകാം. മെയിൻ ഷാഫ്റ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സ്പ്ലൈൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് കാണാം ചെറിയ കൊതകളായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിന് ക്ലച്ച് ഷാഫ്റ്റിലും ലേ ഷാഫ്റ്റിലും വ്യത്യസ്തമായിട്ട് മെയിൻ ഷാഫ്റ്റിൽ ഒരുപാട് സ്പ്ലൈൻസ്, ചാലുകളുണ്ടാവും. അതിലാണ് ഈ ഒരു ഗിയേഴ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടല്ല വെച്ചിട്ടുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റും ഈ 2 ഗിയേഴ്സിനും. ഇവിടെ ലേ ഷാഫ്റ്റിൽ ECG 3 ഗിയേഴ്സ് ഉണ്ട്.
ഇതാണ് ലേ ഷാഫ്റ്റിലെ ഇ എന്ന് പറഞ്ഞ ഗിയേഴ്സാണ് നമ്മൾ ഇ എന്ന് പറഞ്ഞ ഗിയറാണ് സെക്കൻഡ് ഗിയറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. സി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിന് കൊടുക്കും. ജി എന്ന് പറയുന്നത് റിവേഴ്സിനും. ഇനി തേർഡ് ഗിയറിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഗിയർ നമ്മൾ ഡയറക്റ്റ് എ എന്ന് പറഞ്ഞ ഗിയറിലേക്ക് എന്താണ് തേർഡ് ഗിയറിന് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഇതൊരു 3 സ്പീഡ് സ്ലൈഡിങ് മെഷ് ഗിയർ ബോക്സ് ആണ്. പഴയ കാലത്തൊക്കെ 3 സ്പീഡൊക്കെയാണ് വലിയ സ്പീഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാം അഡ്വാൻസ്ഡ് വേർഷൻ സിങ്ക്രോമെഷ് ഗിയർ ബോക്സിലൊക്കെ 4th ഗിയർ 3rd 4th വന്നു. പിന്നെ 5th 6th 7th ഒക്കെ ഓവർ ഡ്രൈവ് ആയിട്ടും കൊടുത്തു. 7th 8th സ്പീഡ് വരെയൊക്കെ കൊടുത്തു. എന്നാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അതുപോലത്തെ 9 സ്പീഡ് വരെയൊക്കെ ഉള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ 3 സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഫോർവേഡ് സ്പീഡും ഒരു റിവേഴ്സ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ മെയിൻ ഷാഫ്റ്റിൽ നമുക്ക് ഡി എന്ന് പറഞ്ഞൊരു ഗിയറുണ്ട്, എഫ് എന്ന് പറഞ്ഞ ഗിയറുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഡോഗ് ക്ലച്ച് ഉണ്ട്, ഈ ഒരു എഫ് എന്ന് പറഞ്ഞ കൂടെ. അതുപോലെ എ എന്ന് പറഞ്ഞ ഗിയറിൻ്റെ കൂടെയും ഒരു ഡോഗ് ക്ലച്ച് ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എഞ്ചിനിൽ നിന്ന് വരുന്ന ന്യൂട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ഡ്രൈവ് നേരെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് ന്യൂട്രൽ പൊസിഷനിലാണ് ഉള്ളത്. ഈ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സ് ഒന്നും ഇല്ല, ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സുമായി മെഷ്ഡ് അല്ല, ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് എഞ്ചിനിലെ ഡ്രൈവ് ഈ ക്ലച്ച് ഷാഫ്റ്റ് വഴി വന്ന് ക്ലച്ച് ഷാഫ്റ്റ് ഗിയർ വഴി വന്ന് ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സിലേക്ക് എത്തും. ഈ ലേ ഷാഫ്റ്റിലെ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ലേ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ലേ ഷാഫ്റ്റിലെ എല്ലാ ഗിയേഴ്സും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഇത്രയും വരെ എഞ്ചിനിൽ പവർ എത്തും. ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ ഷാഫ്റ്റിലേക്കോ അവിടുന്ന് അങ്ങോട്ട് പുറത്ത് വീൽസിലേക്കോ പവർ പോകില്ല. ഇതാണ് ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഡി എന്ന് പറഞ്ഞ ഗിയറിന് അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ഗിയറിന് നമ്മൾ ഇങ്ങനെ ചലിപ്പിക്കുക, നീക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ കാണുന്നുണ്ടെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഗിയറാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൻ്റെ ഗിയർ. അതിനെ നമ്മൾ എന്താണ് ഈ സി എന്ന് പറഞ്ഞ ലേ ഷാഫ്റ്റിലെ ഗിയറാണ്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മെഷ് ചെയ്യും. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻ. അപ്പോൾ ഫസ്റ്റ് ഗിയർ പൊസിഷനിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിയർ പൊസിഷൻ. ഇതിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഈ ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയറും ലേ ഷാഫ്റ്റിലെ ഗിയറും മെഷീഡാണ് ഓൾറെഡി. ഇനി നമ്മൾ ഡി എന്ന് പറഞ്ഞ ഗിയർ താഴത്തുള്ള സി എന്ന് പറഞ്ഞ ഗിയറുമായി മെഷീഡാണ്. അപ്പോൾ എഞ്ചിനുള്ള ഡ്രൈവ് നേരെ വന്നിട്ട് ഈ ഒരു സി എന്ന് പറഞ്ഞ ഗിയർ പോയി ഡി എന്ന് പറഞ്ഞ ഗിയറിലൂടെ നേരെ പുറത്തേക്ക്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ ഗിയർ നമ്മൾ മെയിൻ ഷാഫ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ ഗിയറിൻ്റെ സ്പീഡിൽ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ചെറിയ ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നാൽ താഴത്തുള്ളത് ഈ ഒരു ചെറിയ ഗിയർ വലിയൊരു ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഗിയേഴ്സ് ഡിഫറെൻ്റ്. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഗിയേഴ്സുകളെ കുറിച്ച്. ഗിയറുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഏതൊക്കെ ടൈപ്പാണ്? സ്പർ ഗിയേഴ്സ് ഉണ്ട്, ഹെലിക്കൽ ഗിയേഴ്സ് ഉണ്ട്, അതുപോലെ സ്പൈറൽ ഗിയേഴ്സ് ഉണ്ട്. ഗിയറിൻ്റെ ടീത്ത് അനുസരിച്ച് സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പർ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ടീത്ത് പാരലൽ ആയിരിക്കും, ഇതുപോലെ പാരലൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്സിൽ ഷാഫ്റ്റിന് പാരലലായിട്ടായിരിക്കും അതിൻ്റെ ടീത്ത് ഉണ്ടാവും. എന്നാൽ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടീത്ത് ഇംഗ്ലണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഹെലിക്കൽ ഗിയേഴ്സ് ആകുമ്പോൾ. അപ്പോൾ ഹെലിക്കൽ ഗിയേഴ്സിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടുതൽ കോണ്ടാക്റ്റ് കിട്ടും, സ്മൂത്ത് റണ്ണിങ് ആയിരിക്കും. എന്നാൽ സ്പർ ഗിയേഴ്സ് ആകുമ്പോൾ അത്ര കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ റഫ് സൗണ്ട് ആയിരിക്കും. പക്ഷേ ഹെലിക്കൽ ഗിയേഴ്സിന് നമുക്ക് തമ്മിൽ നേരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് മെഷ് ചെയ്യിക്കാൻ, 2 ഗിയർ തമ്മിൽ മെഷ് ചെയ്യിക്കാൻ കഴിയില്ല ഹെലിക്കൽ ഗിയേഴ്സിന്. എന്നാൽ ഇതുപോലത്തെ സ്പർ ഗിയർ ആണെങ്കിൽ നമുക്ക് 2 ഗിയറിനെ തമ്മിൽ കൊടുക്കണമെങ്കിൽ സ്ലൈഡ് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് മെഷ് ഗിയർ ബോക്സിൽ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പർ ഗിയേഴ്സ് ആണ് നമ്മൾ സ്ലൈഡിങ് മെഷ് ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്നത് ഗിയേഴ്സൊക്കെ. അപ്പോൾ ഇവിടെ എഞ്ചിനിൽ ഡ്രൈവ് നേരെ ക്ലച്ച് ഷാഫ്റ്റിൽ ചെറിയ ഗിയർ വഴി ലേ ഷാഫ്റ്റിൽ വലിയ ഗിയർ മെഷീൻ ഉണ്ടാവും. അതുവഴി പവർ നേരെ ലേ ഷാഫ്റ്റിൽ ഈ ചെറിയ ഗിയർ ത്രൂ മെയിൻ ഷാഫ്റ്റിൽ വലിയ ഗിയർ വഴി പുറത്തേക്ക് പോകും. ഇവിടെ എങ്ങനെയാണ് ഫസ്റ്റ് ഗിയർ പൊസിഷനിൽ നമുക്ക് കൂടുതൽ ടോർക്കും കുറഞ്ഞ സ്പീഡും കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എപ്പോഴുള്ള ചെറിയൊരു ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുത് വലുതിനെ കറക്കുമ്പോൾ സ്പീഡ് കുറയും, വലുതിൽ ഔട്ട്പുട്ടിൽ എന്താ സംഭവിക്കുക, സ്പീഡ് കുറയും, ടോർക്ക് കൂടും. ചെറിയ ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ചെറിയ ഗിയർ ഇത് ഡ്രൈവർ ഗിയറും ഇത് ഡ്രിവൺ ഗിയറും ആകുമ്പോൾ ചെറിയ ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വലിയ ഗിയർ ഔട്ട്പുട്ടിൽ എന്താ വരിക, സ്പീഡ് കുറയും,
ടോർക്ക് കൂടും. അത് ആലോചിച്ചാൽ മതി. ഈ ചെറിയ ഗിയർ ഒരു 4 വട്ടമൊക്കെ കറങ്ങി കഴിഞ്ഞാൽ ഈ വലിയൊരു ഗിയർ ചിലപ്പോൾ ഒറ്റ വട്ടം കറങ്ങുള്ളൂ. അതിൻ്റെ ടീത്തുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ആ സ്പീഡിൽ വ്യത്യാസം, ടോർക്കിൽ വ്യത്യാസം. കൂടുതൽ ടീത്ത് വലിയതിൽ കൂടുതലിടത്തോളം സ്പീഡ് വളരെ കുറയും, ടോർക്ക് വളരെ കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ ഗിയർ വലിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും, ടോർക്ക് കൂടും. നേരെ തിരിച്ച് വലിയൊരു ഗിയറാണ് ചെറിയ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് ഡ്രൈവർ ഗിയർ, ഇത് ഡ്രിവൺ ആണെങ്കിൽ ഇവിടെ എന്താണ്, ഇതിന് ടീത്തുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം നോക്കുമ്പോഴത്തേന് ഇതിന് 3-4 പ്രാവശ്യം കറിയുണ്ടാവും. അപ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? സ്പീഡ് കൂടും. ഔട്ട്പുട്ടിൽ ടോർക്ക് എന്ത് ചെയ്യും? കുറയും. ഇവിടെ നമുക്ക് ബലം കുറയുമ്പോൾ പക്ഷേ സ്പീഡ് കൂടിയിട്ടുണ്ടാവും. ഇൻപുട്ടിൽ നമുക്ക് സ്പീഡ് കൂടുതലായിരിക്കും. എന്നാൽ നേരത്തെ നമ്മൾ കാണിച്ചത് നേരെ ഓപ്പോസിറ്റാണ്. ചെറിയ ഗിയർ വലിയ ഗിയറിന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ സ്പീഡ് കുറയും, ടോർക്ക് കൂടും. ഈ ഒരു കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഇതിലെ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഗിയറിൻ്റെ കേസിൽ നോക്കുക, ഇവിടെ ഈ ക്ലച്ച് ഷാഫ്റ്റിലെ ഈ ഒരു ഗിയറും ഈ ഷാഫ്റ്റിലെ ഗിയറും അത് ആൾവേസ് എപ്പോഴും മെഷർഡ് ആണ്. അതിൻ്റെ അങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് ഡ്രൈവ് വന്നിട്ട് ഈ താഴോട്ട് എത്തുമ്പോൾ നേരെ ഫസ്റ്റത്തെ ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സെയിം ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നേരെ മുകളിലേക്ക് പിന്നെ എന്ത് ചെയ്യണം, തിരിച്ച് അടുത്ത ഒരു ഗിയർ തമ്മിൽ ട്രാൻസ്മിഷൻ നടക്കണം. അപ്പോഴാണ് വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എന്താണ്, ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എ ഷാഫ്റ്റിൽ നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് ആവും. പിന്നെ മെയിൻ ഷാഫ്റ്റിൽ വരുമ്പോൾ അത് വീണ്ടും ക്ലോക്ക് വൈസ് ആവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് കിട്ടും. എന്നാൽ റിവേഴ്സിൽ നമ്മളിവിടെ ഒരു ഐഡിയൽ ഗിയർ കൂടെ കൊടുക്കുമ്പോൾ എന്താണ്, വീണ്ടും അതിൻ്റെ ഇടയിലൊരു ഡയറക്ഷൻ ചേഞ്ചിങ് വരും. അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ 3 ഗിയറിൽ ഷാഫ്റ്റായിട്ട് കൊടുത്തത്. ഇത് മാത്രമല്ല ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് എപ്പോഴും ക്ലച്ച് ഈ ഡ്രൈവ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ആവശ്യമനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലച്ച്. പിന്നെ ഇവിടെ ചെറുതും ഇവിടെ വലുതും കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എൻജിൻ എന്നുള്ള ഡ്രൈവ് വീൽസിലേക്ക് എത്തുമ്പോൾ വളരെ ഹൈ സ്പീഡിൽ ഒരിക്കലും വീൽസ് റൊട്ടേറ്റ് ചെയ്യുക. പരമാവധി സ്പീഡ് കുറയണം. സ്പീഡ് കുറയും വേണം, ടോർക്ക് ഇൻക്രീസ് ചെയ്യും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ആണെങ്കിലും സെക്കൻഡ് ഗിയർ ആണെങ്കിലൊക്കെ പരമാവധി സ്പീഡ് കുറഞ്ഞ് ടോർക്ക് കൂടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആൾറെഡി എന്ത് ചെയ്യും, ചെറിയ ഗിയർ വലിയ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അത്ര വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് ഗിയർ റേഷ്യോ കാണുന്ന സമയത്ത് ഈ ഒരു 4 ഗിയറിൻ്റെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഗിയർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഗിയർ റേഷ്യോ ഈസ് ഈക്വൽ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടീത്ത്സ് ഓൺ ദി ഡ്രിവൺ ഷാഫ്റ്റ് ബൈ നമ്പർ ഓഫ് ഗിയേഴ്സ് ഓൺ ദി ഡ്രൈവിംഗ് ഗിയേഴ്സ്. ഡ്രിവൺ ഗിയേഴ്സിൻ്റെ ടീത്ത് അതിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡ്രൈവർ ഗിയേഴ്സിൻ്റെ ടീത്തിൻ്റെ പ്രോഡക്റ്റാണ് എന്ത്, ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുക, പിന്നെ ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻസ് ബാക്കി പറയാം. എന്നിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഏകദേശം ടൈം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം.